എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാവരും മനുഷ്യരാണ് അല്ലേ? നമ്മളുടെ ജീവിതത്തിൽ സന്തോഷകരമായ ചിന്തകളുമുണ്ട്, സങ്കടകരമായ ചിന്തകളുമുണ്ട്. ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലെയാണ് നമ്മളുടെ ജീവിതം അല്ലേ? ഒരു വശത്ത് സന്തോഷമുണ്ടെങ്കിൽ ഒരു വശത്ത് ദുഃഖവുമുണ്ട്. അപ്പോൾ ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലെയുള്ള നമ്മളുടെ ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും ഒരുപോലെ കടന്നു വരുമെന്ന് വിചാരിക്കുക. ഇതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ പോസിറ്റീവ് ചിന്തകളുണ്ടാവും, അതോടൊപ്പം നെഗറ്റീവ് ചിന്തകളുണ്ടാകും. എൻ്റെയും മനസ്സിലുണ്ട്, നിങ്ങളുടെയും മനസ്സിലുണ്ടാകും. നിങ്ങളോടിപ്പോൾ ഞാൻ പറയുകയാണ്, പോസിറ്റീവായിട്ട് 24 hours ഇരിക്കൂ, എന്നാൽ മാത്രമാണ് മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? നിങ്ങൾക്കൊരു നെഗറ്റീവ് വരും, എനിക്കും വരാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ പോസിറ്റീവാക്കി മാറ്റിയെടുക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം, ഒരു സത്യം മനസ്സിലാക്കുക. നിങ്ങളിപ്പോൾ ഒരു കാറ് വാങ്ങിച്ചു, ആ കാറ് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ആ കാറ് നമുക്ക് ലഭിക്കുന്നതായിട്ടും ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ റെഡി ക്യാഷ് ആയിരിക്കാം, EMI ആയിരിക്കാം, ലോണായിട്ടായിരിക്കാം. നമ്മൾ അത് എടുക്കുന്നതായിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ട് അത് ആ കാറ് നമ്മുടെ കാർ പോർച്ചിൽ പാർക്ക് ചെയ്യുന്നതും അതുപോലെ നമ്മൾ ഓടിച്ചു കൊണ്ട് പോകുന്നതും എല്ലാം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. ഇതിനോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാറ് നമുക്ക് യൂണിവേഴ്സ്, ഈ പ്രകൃതിയിൽ നിന്ന് മാനിഫെസ്റ്റ് ചെയ്തെടുത്തതാണ്. പ്രകൃതി എന്ന് പറയുമ്പോൾ പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും നിറഞ്ഞതാണ്. അപ്പോൾ അതിനൊരു നെഗറ്റിവിറ്റി വരില്ലേ? അത് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുക. ആ കാറൊന്ന് ബ്രേക്ക് ഡൗൺ ആയാലോ, എന്തെങ്കിലും ഒരു കേട് അതിന് പറ്റിക്കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യേണ്ടതല്ലേ? അങ്ങനെയും കൂടി ഒന്ന് ചിന്തിച്ച് നോക്കുക അല്ലേ? അപ്പോൾ പ്രകൃതി ചിന്തിക്കുന്നത് ഇവിടെ ഇങ്ങനെയാണ്, ഈ യൂണിവേഴ്സ് ചിന്തിക്കുന്നത്, യൂണിവേഴ്സ് നമുക്കൊരു ഗിഫ്റ്റായിട്ടൊരു കാര്യം തന്നു കഴിഞ്ഞാൽ ആ നെഗറ്റീവിനെയും പോസിറ്റീവിനെയും ഉൾക്കൊള്ളാനായിട്ട് നമ്മൾ തയ്യാറാണ് എന്നുള്ള നമ്മുടെ മനസ്സിൻ്റെ കപ്പാസിറ്റി ഈ യൂണിവേഴ്സ് മനസ്സിലാക്കുകയും മാനിഫെസ്റ്റേഷൻ സ്പീഡാവുകയും ചെയ്യും. ഇതാണ് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടി, ഒരു ഉദാഹരണം കൂടി പറയാം. നിങ്ങളിപ്പോൾ ഒരു വലിയ സെലിബ്രിറ്റി ആയിട്ട് ആണ് എന്നിരിക്കട്ടെ. നിങ്ങൾക്ക് പണ്ടത്തെ പോലെ പുറത്തിറങ്ങി നടക്കാൻ കഴിയും? ഉദാഹരണം, മമ്മൂട്ടി, മോഹൻലാലൊക്കെ നമ്മുടെ പബ്ലിക്കിൽ വന്ന് നിൽക്കുമോ വെറുതെ? ഇല്ലല്ലോ. ഒരു പക്ഷേ പോലീസ് എസ്കോർട്ടോട് കൂടി ആയിരിക്കും, അവർക്കല്ലെങ്കിൽ സഹായികളുണ്ടായിരിക്കും അല്ലേ? അവർ ജനക്കൂട്ടത്തെ ഭയക്കും. അവർക്ക് പണ്ടത്തെ പോലെ പ്രൈവസി ലഭിക്കില്ല. സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള പ്രൈവസി സിനിമയിൽ വന്നതിന് ശേഷം കിട്ടില്ല അല്ലേ? അപ്പോൾ നമ്മൾ ഒരു സെലിബ്രിറ്റി ആയാൽ നമുക്കതിൽ നിന്ന് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്, സെലിബ്രേഷൻ കിട്ടുന്നുണ്ട്, അംഗീകാരം കിട്ടുന്നുണ്ട് അല്ലേ? റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്, മണി സമ്പാദിക്കാൻ കഴിയുന്നുണ്ട്, എല്ലാം പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾക്ക് അതിൻ്റെ ഒപ്പം നെഗറ്റീവും വരുന്നുണ്ട് അല്ലേ? പ്രൈവസി കിട്ടുന്നില്ല, അത് ഏറ്റവും വലിയ ഒരു നെഗറ്റിവിറ്റിയാണ്. ഉദാഹരണത്തിന്, നമ്മുടെ വേൾഡ് പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ പോപ്പ് ഗായകൻ, ഇതിഹാസം മൈക്കിൾ ജാക്സൺ, അദ്ദേഹം വളരെയധികം തിരക്കിട്ട ജീവിതമായിരുന്നു. അദ്ദേഹത്തിന് പ്രൈവസിയെ കിട്ടുന്നുണ്ടായില്ല. അവസാനമാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നശിച്ചത്. അദ്ദേഹം പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒളിച്ചു താമസിച്ച സംഭവങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഒളിച്ച് താമസിച്ച സമയത്ത് അദ്ദേഹം സ്വന്തം ബോഡി മൊത്തം കവർ ചെയ്ത് ഷോപ്പുകളിൽ കയറിയിറങ്ങി പർച്ചേസിങ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിച്ചിട്ട് അദ്ദേഹം വളരെയധികം ഫ്രീഡം അനുഭവിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ ലഭിക്കുമ്പോൾ അവിടെ ഒരു നെഗറ്റിവിറ്റി വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ പോസിറ്റിവിറ്റിയും ഈ നെഗറ്റിവിറ്റിയും ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോഴാണ് യൂണിവേഴ്സ് മനസ്സിലാക്കുന്നത്, നമ്മൾ പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഒരു മനുഷ്യനായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു എന്നുള്ള സത്യം യൂണിവേഴ്സ് മനസ്സിലാക്കുകയും നമ്മൾക്കത് തരാൻ യൂണിവേഴ്സ് വ്യഗ്രത കാണിക്കുകയും നമ്മുടെ മാനിഫെസ്റ്റേഷൻ സ്പീഡാവുകയും ചെയ്യും. പക്ഷേ ഇവിടെ പ്രിയോറിറ്റി കൊടുക്കേണ്ടത്, വെയിറ്റേജ് കൊടുക്കേണ്ടത് എപ്പോഴും പോസിറ്റിവിറ്റിക്കാണ്. മനസ്സിലായോ? ഇപ്പോൾ നമ്മളൊരു കുറച്ച് ക്യാഷ് ഒരാളോട് ചോദിക്കാനായിട്ട് റെഡിയായിട്ട് അയാൾ തരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ മറുഭാഗത്ത് ആ ക്യാഷ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? വേറെ ആരോടെങ്കിലും ചോദിക്കണ്ടേ? അതിനുള്ള സോഴ്സ് കണ്ടെത്തണ്ടേ എന്നും നമ്മൾ ചിന്തിക്കണം. മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും നമ്മൾ 24 hours നമ്മൾക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ കഴിയില്ല. ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മൾ മനുഷ്യനാണ്, നമ്മൾക്ക് നെഗറ്റീവ് വന്നു പോകും എന്നുള്ളതാണ്. അപ്പോൾ ഈ നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റിയിട്ട് ഈ നെഗറ്റീവും കൂടി വിഷ്വലൈസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്താൽ മാനിഫെസ്റ്റേഷൻ സ്പീഡായി നടക്കുകയും ചെയ്യും. മനസ്സിലായോ? അതുപോലെ തന്നെ പറയുക,
എനിക്ക് നല്ല ഒരു ബ്ലെസ്സിങ്സ് തന്നതിന് നന്ദി യൂണിവേഴ്സ് എന്ന് പറയുന്നതോടൊപ്പം എനിക്ക് നെഗറ്റിവിറ്റി തന്നതിനും എൻ്റെ ജീവിതത്തിൽ ചീത്തക്കാര്യങ്ങൾ സംഭവിച്ചതിനും നന്ദി യൂണിവേഴ്സ് എന്നും കൂടി പറയുക. അതായത് ഈ ചീത്തക്കാര്യങ്ങൾ സംഭവിച്ചതുകൊണ്ടാണ് ഇന്നത്തെ ലെവലിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞത്, നമ്മുടെ മനസ്സിന് കട്ടി ലഭിച്ചത്, അല്ലേ? അപ്പോൾ ഇനി ഇത്രയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുള്ളൂ. പോസിറ്റിവിറ്റിയോടുകൂടി നെഗറ്റിവിറ്റിയും കൂടി നമ്മൾ വിഷ്വലൈസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും മാനിഫെസ്റ്റേഷൻ സ്പീഡിന് നടക്കും എന്നുള്ളതാണ്. അതുപോലെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന ബെനിഫിറ്റ് വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നതായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ യൂണിവേഴ്സ് ചിന്തിക്കുന്നത് അവൻ മറ്റുള്ളവരെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, അവനെ ഞാൻ ടേക്ക് കെയർ ചെയ്തിരിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ടേക്ക് കെയർ അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം. 100 റുപ്പീസ് കിട്ടിയാൽ 20 റുപ്പീസെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്താൽ യുവർ മാനിഫെസ്റ്റേഷൻ ഈസ് ഭയങ്കര സ്പീഡിൽ നടക്കുന്നതായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.